അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് മസാല ദോശ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. സിമ്പിളായിട്ടുള്ള മസാല ദോശയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുറിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്തതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് രീതിയിൽ കിട്ടുക. കടുക് വറുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ദോശയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശയുടെ മാവ് തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ദോശ ഒന്നങ്ങ് റെഡിയാവുന്ന സമയത്ത് നമുക്കിതിന് മുകളിലായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഏത് രീതിയിൽ നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലാണ് മടക്കിയേക്കുന്നത്. ഒന്ന് റോൾ ചെയ്തിട്ടും പിന്നെ ഒന്ന് നമ്മൾ ത്രികോണാകൃതി ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്